ഫ്രണ്ട്സേ, ധന്യാണേ. ഞാനിപ്പോ ഉള്ളേ എൻ്റെ ഉണ്ണിയപ്പക്കടയിലാണ് കേട്ടാ. അപ്പൊ ഞാൻ എന്താ കുറച്ച് ഉണ്ണിയപ്പൊക്കെ ചുടുന്നുണ്ട്. കുറച്ച് ഗ്യാസ് ഉള്ളൂ. പക്ഷെ ഇന്ന് ഉസ്താദ് ഒരു 50 ഉണ്ണിയപ്പത്തിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഉണ്ണിയപ്പം എനിക്ക് കൊടുക്കും വേണം. പിന്നെ എനിക്ക് പള്ളിയിലേക്ക് പോകും വേണം, പള്ളിക്കഞ്ഞി മേടിക്കാനായിട്ട്. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചു, ഓ പള്ളിക്കഞ്ഞി വാങ്ങിക്കണം, നീ കുടിച്ചോ, നീ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നിർബന്ധിക്കണം. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ ഞാൻ പങ്കുവെക്കുന്നു. അത് കാണാൻ എന്നെ ഇഷ്ടമുള്ള ആളുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. അപ്പോൾ എന്തായാലും ഉണ്ണിയപ്പത്തിന് ഓർഡർ തരാൻ ആഗ്രഹമുള്ളവർ ഞാനിതാ എൻ്റെ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം വേണ്ടവർ പറയുക. കാരണം ഒരു ദിവസത്തെ നോമ്പ് തുറയിൽ എൻ്റെ ഉണ്ണിയപ്പം വെക്കുമ്പോൾ ഉണ്ടാവുന്ന കിട്ടുന്നൊരു പ്രാർത്ഥനയൊക്കെ എനിക്ക് സന്തോഷം തന്നെയായിരിക്കും. അതുപോലെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികൾ തന്നെയായി മാറും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉണ്ണിയപ്പമൊന്നുമില്ല, കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി. സത്യം പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കടങ്ങൾ കൊടുക്കാനുള്ളവരും ചീത്തവിളിയും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ഉണ്ണിയപ്പത്തിന് ഓർഡർ തന്ന് എന്നെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ. അപ്പോൾ എന്തായാലും വൈകുന്നേരത്ത് ഒരു 5 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ. അപ്പോൾ ഒന്ന് വേറെ ഒരു ആൾ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നുണ്ട്. അവർക്കൊരു 25 ഉണ്ണിയപ്പം വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇന്നാണ് ഒരു 75 ഉണ്ണിയപ്പം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും അതേപോലെ ഉണ്ണിയപ്പത്തിന് ആവശ്യമുണ്ടെങ്കിൽ എന്നൊന്ന് അറിയിക്കണേ. നേരത്തെ പറഞ്ഞാലാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എന്തായാലും ഇനി ഉണ്ണിയപ്പത്തിന് നാളത്തെ ഉണ്ണിയപ്പം നാളേക്ക് വേണമെങ്കിൽ തലേ ദിവസം നമ്മൾ ഉണ്ണിയപ്പത്തിന് ഓർഡർ തന്നാലാണ് എനിക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.